ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചേക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കണം, സെക്കൻഡും തേർഡും വെറുതെ എഴുതാവുന്നേ ഉള്ളൂ. ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ദ HCF ആൻഡ് LCM ഓഫ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. റേഷ്യോ ഈസ് 1:2 ആയിരിക്കും അല്ലേ. HCFന്റെയും LCFന്റെയും ലീസ്റ്റ് പ്രൈം നമ്പറിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1:2 ആയിരിക്കും. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് ചെയ്തു നോക്കി സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 2 ഫാക്ടറേ ഉള്ളൂ. 5 എന്ന് പറഞ്ഞാൽ 1:5. അപ്പം 2 ഫാക്ടർ മാത്രമേ പ്രൈം നമ്പേഴ്സിനുള്ളൂ. ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ദ ബോത്ത് 13 ആൻഡ് 18 ലിവിങ് റിമൈൻഡേഴ്സ് 2 and 3. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ നമുക്കറിയാം HCF ആണ് എപ്പോഴും ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ അത് അങ്ങനെ തന്നെ എഴുതുക. ഇനി ഇവിടെ നോക്കിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്. 13ഉം 18ഉം റിമൈൻഡേഴ്സ് തന്നിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ റിമൈൻഡർ തരുമ്പോൾ 30ൽ നിന്ന് അതിൻ്റെ റിമൈൻഡർ നമ്മൾ കുറയ്ക്കണം. 30ന്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് 28 കണ്ടുപിടിക്കും കിട്ടും. ദെൻ അടുത്ത് 18ന്റെ റിമൈൻഡർ തന്നേക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 77 വരും. ഇനി നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 28ന്റെയും 77ന്റെയും പ്രൈം ഫാക്ടർ എടുത്തിട്ട് അതിൻ്റെ HCF എടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക HCF. അപ്പോൾ റിമൈൻഡർ തരുമ്പോൾ എന്ത് വേണം, തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് നമുക്ക് ആ ഡിഫറൻസ് എടുക്കാം. റിമൈൻഡേഴ്സ് എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ HCF കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടും. അപ്പോൾ 28ന്റെയും 77ന്റെയും HCF ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 28ന് നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ പ്രൈം ഫാക്ടർ ആക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വരും. 14നെ 2 കൊണ്ട് വരുമ്പോൾ 7 വരും. ഇവിടെ 7 ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത് 77നെ നമ്മൾ പ്രൈം ഫാക്ടർ ആക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 വരും, 11 വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് കിട്ടി. അപ്പോൾ HCF ഓഫ് ഏതാണ് 28,77 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ പ്രൈം ഫാക്ടർ ദാറ്റ് ഈസ് ഈക്വൽ 2² × 7 വരും. സെക്കൻഡ് വണ്ണിൻ്റെ 7 × 11 വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ് 7 അല്ലേ, രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ HCF ദാറ്റ് ഈസ് ഈക്വൽ ടു 7 വരും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ P and Q ആർ ദ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, P ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് Q ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കണേ എന്താണ്, P എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് Q ആണ്. അപ്പോൾ Pയിലെ എല്ലാ എലമെൻസും എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു Qൻ്റെ മൾട്ടിപ്പിൾ ആണ് P എന്ന് പറയുമ്പോൾ Qയിലെ എല്ലാ എലമെൻസും Pയിലുണ്ട് അല്ലേ. P ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് Q. Q എന്ന് പറഞ്ഞാൽ Q തന്നെ നമുക്ക് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പറിൻ്റെ HCF എടുക്കണം. HCF ഓഫ് P ആൻഡ് Q ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും, P എന്ന് പറഞ്ഞാൽ Qൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും, PQൻ്റെ HCF എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, Q തന്നെയായിരിക്കും. രണ്ടിനകത്തും കോമൺ ഉള്ളത് Q അല്ലേ വരുന്നത്. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, PQ ആയിരിക്കും. HCF എന്ന് പറയുന്നത് Q ആയിരിക്കും. അതാണ് നമുക്കിവിടെ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാ, Q. C ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻസർ ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു C വരും. ഇനി ഇവിടെ നമുക്ക് LCM ചോദിക്കാം. LCM ഇതുപോലെ സെയിം മോഡൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ രണ്ടും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ക്ലാസ്സോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 10th, +1, +2 കുട്ടികൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡൗൺലോഡ് ചെയ്തെടുക്കാം 1999 രൂപയ്ക്ക്. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു ചാപ്റ്റർ അതിനകത്ത് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. Pയുടെയും Qൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു LCM എന്ന് പറയുന്നത് PQ ആയിരിക്കും. HCF എന്ന് പറയുന്നത് Q ആയിരിക്കും. P എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് Q ആയതുകൊണ്ട് തിരിച്ചു പറയാം, Q ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് P ആണെങ്കിൽ നേരെ തിരിഞ്ഞു വരും. നമ്മൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യനകത്തുള്ള കണ്ടന്റുകൾ എപ്പോഴും നന്നായി മനസ്സിലാക്കി പഠിച്ചു പോകണം.